ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ത്യൻ 2-ന്റെ റിവ്യൂ ആണ് തരാൻ പോകുന്നത്. കമോൺ. ഇന്ത്യൻ പടത്തിന്റെ ഡയറക്ടർ ശങ്കർ. എന്തിനാ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ? ഡയറക്ടർ ശങ്കർ, ആക്ടർ കമലഹാസൻ, മ്യൂസിക് അനിരുദ്ധ്, പ്രൊഡ്യൂസർ ലൈക്ക പ്രൊഡക്ഷൻ, റെഡ് ജെയിൻ മൂവീസ്. എന്താ കാരണം ഞാൻ പടം കണ്ടിട്ട് എനിക്ക് കരച്ചിലാണ് വന്നത്, കരച്ചില്. ഇവിടെ ഇന്ത്യന്റെ പാർട്ട് 1 കണ്ടിട്ടുള്ള ഒരാള് ഇന്ത്യൻ പാർട്ട് 2 കാണുമ്പോൾ അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരും. ഇന്ത്യന്റെ സ്റ്റാർട്ടിങ് എപ്പോഴും ഒരു രണ്ടാം ഭാഗ സിനിമയുടെ ആരംഭം പോലെ തന്നെയാണ്. അതായത് പഴയ ആളിനെ പറ്റി അയാൾ ചെയ്തിരുന്ന കുറച്ച് കൈക്കൂലി പരിപാടികളൊക്കെ ഉണ്ട്. ടാക്സ് വെട്ടിക്കുക, കൈക്കൂലി, ആ ഒരു സംഭവം. അതായത് പാർട്ട് 1 കണ്ടിട്ടുള്ള അതേ സാധനം തന്നെയാണ് 2 വെച്ച് തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഒരു BGM ഒക്കെ കൊടുത്ത് അങ്ങനെ വന്ന്, അതായത് ഇന്ത്യൻ സേനാപതി വന്ന് ഒരുപാട് ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് എന്താണ് പുള്ളി ചെയ്തുകൊണ്ടിരുന്നത് അത് പുള്ളി റീസ്റ്റാർട്ട് ചെയ്യുകയും ഒരുപാട് ഫൈറ്റ്, പുള്ളിയുടെ കൈ തിരിച്ചിട്ടുള്ള കുത്തും, കുറച്ച് ഈ പറഞ്ഞ അതിന്റെ പേര് എനിക്ക് മറന്നുപോയി, ചില സ്ഥലത്ത് കുത്തി കഴിഞ്ഞ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര കോമഡി രൂപത്തിലാണ് ശങ്കർ ചെയ്തു വെച്ചേക്കുന്നത്. അത് എന്തെന്ന് കാണിച്ചു വെച്ചേക്കണത്. പക്ഷെ എന്നാലും ശങ്കറിന് അങ്ങനെ പറ്റാത്തതാണ്. ബട്ട് പുള്ളിയുടെ ഫൈറ്റ് ഒക്കെ ഒരു ചുമ്മാ അടിപൊളിയായിരിക്കും. പക്ഷെ അതൊക്കെ ഇത് ഇന്ത്യൻ 2-ല് ഈ സിനിമയ്ക്കകത്ത് അതില്ല. ചുമ്മാ എനിക്ക് ശരിക്കും ഉറക്കം വന്നു പോയി സിനിമയുടെ ആ ഒരു സീനൊക്കെ കണ്ടിട്ട്. എനിക്ക് പെട്ടെന്ന് എന്തുവായി കാണിക്കുന്നതെന്ന് തോന്നിപ്പോയി. ഫസ്റ്റ് ഹാഫ് മൊത്തം ബോറാ. നമുക്ക് ഇതെന്ത് കണ്ടു മടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ മെറസൽ കണ്ടിട്ടുണ്ടോ? മെറസൽ തലപതി. ആ സിനിമയില് ഹോസ്പിറ്റൽസിൽ ഒരുപാട് തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. ആ തട്ടിപ്പുകൾ നടത്തുന്ന ഡോക്ടേഴ്സിനെ വിജയ് തട്ടിക്കൊണ്ടുപോയി കൊല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേ സെയിം പാറ്റേണിൽ തന്നെയാണ് മെർസൽ. ഒരു കോപ്പിയുടെ സിനിമയാണ്, അത് ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഇന്ത്യൻ 2-നകത്ത് ഇതേ സെയിം സംഭവം തന്നെയാണ് കാണിക്കുന്നത്. അതിന്റെ ടാക്സ് വെട്ടിച്ചതും കൈക്കൂലി മേടിക്കുന്നവരെയൊക്കെ പിടിച്ചോണ്ട് പോയി കൊല്ലുക. പക്ഷെ അത് കൊല്ലുന്നതിന്റെ രീതി എന്ന് പറയുന്നത് ഇന്ത്യന്റെ സ്റ്റൈൽ. ഇതാണ് പുള്ളിയുടെ പരിപാടി. ഒരുമാതിരി കോമഡി രൂപത്തിലാ ഈ പറഞ്ഞ ഈ ഒരു ടെക്നിക്കിന്റെ പരിപാടി എന്ന് പറയുന്നത്. ഒരുമാതിരി തല പുകയുന്ന അവസ്ഥ തന്നെയായിരുന്നു. ഇത് ഇന്റർവെൽ പഞ്ചിൽ കാണിച്ചിട്ട് ഒരുമാതിരി തൊട്ടി പരിപാടിയാ ഇന്റർവെൽ പഞ്ചൊക്കെ. ഏതിന്റെ പഴയ കാലത്ത് 5-10 ഞാൻ മെയിനായിട്ട് പറയുന്ന ടാഗ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്, മെൻഷൻ ചെയ്യുകയാണ് ഞാനത്. 2019 പുള്ളി പടം ഇറക്കിയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് പടം വിജയിച്ചേനെ. പിന്നെ സെക്കൻഡ് ഹാഫ് ഉണ്ടല്ലോ, സെക്കൻഡ് ഹാഫിൽ ഒന്നും പറയാനുമില്ല. കാരണം അത്രയ്ക്കും ബോറ് രൂപത്തിലാണ് സെക്കൻഡ് ഹാഫ് സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. ഒരുമാതിരി മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ബോറടിച്ചു പോയി സെക്കൻഡ് ഹാഫും. ഒരു ഇമോഷൻ ഒന്നും കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. ഇമോഷനൊക്കെ നമുക്ക് തന്നെ അത് നിർത്തിയിട്ട് പോടേ എന്നൊക്കെ തോന്നും. ഇമോഷനൊന്നും നമുക്കും എന്താ ഓരോ സീൻസ് ഇമോഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ ശങ്കർ അത് പറയാനല്ലോ, പോട്ടെ, ഇതിൻ്റെ ആയിരിക്കും തന്നെ പറയാം. ഓരോ ഇമോഷൻസ് കാണിക്കുമ്പോൾ അത് നമുക്ക് ഉള്ളിൽ ഫീൽ ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളുടെ അതേ കോപ്പി തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ സിനിമയെ കാണിച്ചിരിക്കുന്ന ഒരുപാട് ഇമോഷൻസും ഒരുപാട് മാസ് സീക്വൻസും ഒരുപാട് ഡയലോഗ്സും ഓരോ സീൻസും ഇതിനു മുമ്പ് വന്നിരിക്കുന്ന ഒരുപാട് തമിഴ് മലയാള സിനിമകളിലും എല്ലാ ഭാഷയിലും വന്നിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം വന്നിട്ടുള്ള പറയുന്ന കാര്യങ്ങൾ തന്നെയാണിത്. ഒരുപാട് ഇമോഷൻസ് ആയിട്ട് അത് കഥയുടെ മെയിൻ ഒരു ഭാഗത്തേക്ക് കടക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നത്. ന്യൂ ജനറേഷൻ പിള്ളേരുടെ ഇടയിൽ ഇന്ത്യൻ എന്നൊരു വ്യക്തി വന്നിട്ട് അവിടെ കുറച്ച് പാളിപ്പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇൻകംപ്ലീറ്റ്നെസ് ആണ്. ഇതിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെയുള്ള കാണിക്കുന്നതുമായിട്ടുള്ള VFX എല്ലാ പരിപാടികളും ഒരു ഇൻകംപ്ലീറ്റ്നെസ് ആണ്. അഭിനയിച്ചിരിക്കുന്ന കുറെ പേരും
ഇപ്പൊ ജീവനോടില്ല, എല്ലാവരും മരിച്ചുപോയി, കുറെ ക്യാരക്ടേഴ്സ് മരിച്ചു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ വോയിസ്, അവരുടെയൊക്കെ ഫേസ് ഒക്കെ AI ഉപയോഗിച്ചിട്ടാണ് അവര് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ചില സീനിലൊക്കെ നമുക്ക് കാണാം കണ്ണൊക്കെ കോങ്ങണ്ണായി പോണതൊക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസിന്റെ അവിടെ മാറ്റം വരുന്നതും ഒക്കെ കാണാം. ചില സീനിൽ മേക്കപ്പ് ഉണ്ടാവും, ചില സീനിൽ മേക്കപ്പ് ഉണ്ടാവില്ല. അതൊക്കെ സ്റ്റാർട്ടിങ്ങിലുള്ള സീൻസ്, അതൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. ഒരുപാട് മിസ്റ്റേക്സ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് മൊത്തം എടുത്തു വെച്ചിരിക്കുന്നത്. ഈ പടം തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയൊരു സിനിമയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. ഇത് OTT-യിലൊക്കെ വന്ന് ചുമ്മാ കാണാന്നേ ഉള്ളൂ. തിയേറ്ററിൽ പോയി കണ്ട് വിസിലടിച്ച് കൈയടിക്കാനൊന്നുള്ള ഒരു സാധനവും ഈ പടത്തിനകത്തില്ല. ഒരു ഇന്ത്യൻ എന്ന സിനിമയെ അതിന്റെ 2ാം ഭാഗം പിടിച്ച് ആ ഡയറക്ടർ അത് നശിപ്പിച്ച് കളഞ്ഞപ്പോ പുള്ളി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കണ്ടറിയാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. 2 സിനിമയിലൊക്കെ പുള്ളിയുടെ കഴിവ് പോലും പുള്ളി തിരിച്ചറിയാതെ ചെയ്തൊരു സിനിമയാണ് 2. ഇതിൽ കഴിവ് മനസ്സിലാക്കിയിട്ട് ആ കഴിവിനെ പുള്ളി പുതിയ സ്റ്റൈലിലേക്ക് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒരുപാട് ചിറ്റലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഒട്ടും നമുക്ക് വർക്ക് ആവുന്നില്ല ഈ സിനിമ. ഞാൻ ഇതിനെ പറ്റി ഡീറ്റെയിൽ റിവ്യൂ ഒക്കെ എനിക്ക് പറയണം. കാരണം വെച്ചാൽ അത്രയ്ക്ക് മോശമായിട്ടാണ് ഈ സാധനം ചിത്രീകരിച്ച് വെച്ചേക്കുന്നത്. സ്ക്രീൻ പ്ലേയും ഡയറക്ഷനും ഇമോഷൻസും ശങ്കറിന്റെ ഒരുപാട് മാജിക്കായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളും പിന്നെ ഇമോഷൻസ്, ട്വിസ്റ്റ്, ഇതെല്ലാം എനിക്ക് പറയണമെന്നുണ്ട്. ഇതൊക്കെ ഒരു സ്പോയിലർ ഭാഗമാണ്. ഇത് ഞാൻ ഇതിനെപ്പറ്റി പറയുന്ന ഒരു വേറെ വീഡിയോ ഞാൻ ചെയ്തിടേണ്ടി വരും. എൻ്റെ റിവ്യൂവിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഈ പടം തിയേറ്ററിൽ പോയി കാണാൻ പറ്റില്ല, ഒരു OTT വാച്ച് മൂവി ആയിട്ട് ഞാൻ പറയത്തുള്ളൂ. എനിവേ, ദിസ് ഈസ് മൈ വീഡിയോ. ഭയങ്കര ഡ്യൂറേഷൻ കൂടി പോയി, സോറി. ഭയങ്കര വിഷമമുണ്ട്, കുറെ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷേ എല്ലാം ഞാൻ ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് പറഞ്ഞത്. കുറെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, കുറെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പോയിലറൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡീറ്റെയിൽ റിവ്യൂ വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. ആൻഡ് ദിസ് ഇസ് മൈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് എല്ലാ ഇന്ത്യൻ മക്കൾക്കും ട്വിറ്ററിൽ പോയിട്ട് ഗോ ബാക്ക് ഇന്ത്യൻ എന്ന് ടൈപ്പ് ചെയ്ത് # പറത്തി വിട്ട മക്കളെ. അപ്പോൾ ബൈ ബൈ. ஓடவும் முடியாது, ஒளியவும் முடியாது.